ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. അനുഗ്രഹദായകമായ ഈ സുദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. പ്രത്യേകിച്ച് അഭിഷിക്തരായ എല്ലാ വൈദികരെയും ആശംസിക്കുന്നു. നമുക്ക് ഇന്നത്തെ സുദിനത്തിൻ്റെ സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. അതിനായി മനോഹരമായൊരു കവിതയിൽ ചിന്ത തുടർന്നോട്ടെ. സർവഗുണ സമ്പന്നനായൊരു രാജാവ്, അദ്ദേഹത്തിനെ മതിച്ചിരുന്ന സങ്കടപ്പെടുത്തുന്ന 3 ചോദ്യങ്ങളുണ്ട്. പലരോടും ചോദിച്ചു അവർക്ക് ആർക്കും ഈ ഉത്തരം നൽകാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ രാജാവിൻ്റെ മന്ത്രി പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, അങ്ങയുടെ രാജ്യത്ത് വനാന്തരത്തിൽ ഒരു മഹർഷി താമസിക്കുന്നുണ്ട്. വേഷപ്രച്ഛന്നനായി അവിടെ ചെന്നാൽ രാജാവിനെ മതിക്കുന്ന ഉത്തരം കിട്ടാത്ത 3 ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടും. അങ്ങനെ രാജാവ് വേഷപ്രച്ഛന്നനായി 2 പടയാളികളോടൊപ്പം യാത്രയായി. ഘോരമായ വനം, അതിലൂടെ യാത്രയായി രാജാവ് പർണശാലയുടെ അടുക്കൽ എത്താറായി. പടയാളികളോട്, അംഗരക്ഷകരോട് നിങ്ങൾ ഉള്ളിലിരുന്നു കൊള്ളുക, ഞാൻ തനിച്ചു പോകാം. അങ്ങനെ അവിടെ ചെന്നപ്പോൾ സായാഹ്നമായി. ഈ മഹർഷി പർണശാലയുടെ അടുക്കൽ നിലം കിളച്ചുകൊണ്ടിരിക്കുകയാണ്, ഉഴുതുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നു. ഉടനെ രാജാവ് ആമുഖമില്ലാതെ, വേഷപ്രച്ഛന്നനായ രാജാവ് ആമുഖമില്ലാതെ 3 ചോദ്യം ചോദിച്ചു. സാഗൂതം ശ്രവിച്ചെങ്കിലും ഉത്തരം നൽകിയില്ല. വേഷപ്രച്ഛന്നനായ രാജാവ് കരുതി മൗനവ്രതമായിരിക്കും, മഹർഷിയല്ലേ. അതുകൊണ്ട് അദ്ദേഹം ആ മഹർഷിയെ നിലം ഉഴാൻ, കിളക്കാൻ സഹായിച്ചു. സൂര്യൻ പടിഞ്ഞാറ് ചക്രവാളത്തിൽ കെട്ടടങ്ങാൻ സമയമായി. പെട്ടെന്നൊരു കരച്ചിൽ കേട്ടു. ഇരുവരും നോക്കുമ്പോൾ രക്തത്തിൽ കുളിച്ച് അജാനുബാഹുവായിട്ടുള്ളൊരു ഒരാൾ പർണശാല അടുക്കലേക്ക് ഓടി വരിക. അടിവയറ്റിൽ നിന്ന് ചോര ചീറ്റുന്നുണ്ട്. 2 പേരും ചെന്ന് പൊക്കിയെടുത്ത് പർണശാലയിൽ കിടത്തി അവൻ്റെ മുറിവ് വച്ച് കെട്ടി അവന് ആഹാരം കൊടുത്തു. 3 കിടന്നുറങ്ങി. പ്രഭാതം പൊട്ടിവിടർന്നു കഴിഞ്ഞപ്പോൾ മഹർഷി നേരത്തെ എഴുന്നേറ്റ് താൻ തയ്യാറാക്കിയ വയലിൽ വിത്ത് വാരി വിതറുകയാണ്. അപ്പോൾ വേഷപ്രച്ഛന്നനായ രാജാവിൻ്റെ കാൽക്കൽ വീണ് ഈ മുറിവേറ്റവൻ കരയുകയാണ്. ഇതെല്ലാം മഹർഷി ശ്രദ്ധിക്കുന്നുണ്ട്. അല്ലയോ മഹാരാജാവേ, എന്നോട് ക്ഷമിക്കണം, ഞാൻ അയൽ രാജ്യത്തെ ചാരനാണ്. താങ്കൾ ഇവിടെ വരുന്നു എന്ന് അറിഞ്ഞിട്ട് കൊല്ലാൻ വേണ്ടി നിൽക്കായിരുന്നു. അപ്പോഴാണ് താങ്കളുടെ അംഗരക്ഷകൻ എന്നെ ആഞ്ഞുകുത്തിയതും മുറിവേറ്റ് വന്ന് പെട്ടത് താങ്കളുടെ മുൻപിലാണ്. എങ്കിലും ശത്രുവാണെന്നറിയാതെ എന്നൊരു മിത്രത്തെ പോലെ സ്വീകരിച്ചു, മുറിവ് വെച്ച് കെട്ടി. ഇനി മുതൽ ഞാൻ അങ്ങയുടെ ശത്രുവല്ല, മിത്രമായിരിക്കും. രാജാവ് പറഞ്ഞു, നമുക്ക് അരമനയിലേക്ക് പോകാം. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മഹർഷി വന്നു. മഹർഷി വേഷപ്രച്ഛന്നനായ രാജാവിനെ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, അങ്ങ് രാജാവാണെന്ന് ഞാൻ അറിഞ്ഞില്ല, അങ്ങയുടെ പ്രജ മാത്രമാണ്. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചെങ്കിലും എനിക്ക് മൗനവ്രതമായിരുന്നു. അതുകൊണ്ട് ഒരിക്കൽ കൂടി ആ ചോദ്യം ചോദിക്കും. രാജാവ് പുഞ്ചിരിയോടെ ചോദിച്ചു, അല്ലയോ മഹർഷി, എന്നെ മതിക്കുന്ന 3 ചോദ്യങ്ങളാണ്, ഉത്തരം കിട്ടാത്ത 3 ചോദ്യം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം ഏതാണ്? എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല പ്രവൃത്തി ഏതാണ്? എൻ്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വ്യക്തികൾ ആരാണ്? പുഞ്ചിരിച്ചുകൊണ്ട് മഹർഷി വേഷപ്രച്ഛന്നനായ രാജാവിനോട് പറഞ്ഞു, അല്ലയോ രാജാവേ, ഇവിടെ സംഭവിച്ചതൊക്കെ ചോദ്യത്തിനുള്ള മറുപടിയാണ്. അങ്ങിവിടെ വന്നത്, ഈ മുറിവേറ്റം വന്നത്, അത് ഏറ്റവും നല്ല സമയമാണ്. ഞാനിവിടെ ഇല്ലാതിരുന്നെങ്കിൽ ഇവൻ തീർച്ചയായിട്ടും താങ്കളെ വധിക്കുമായിരുന്നു. അതുകൊണ്ട് ഇവിടെ വന്നത് ഏറ്റവും നല്ല സമയം. അങ്ങ് ചെയ്തതും ഏറ്റവും നല്ല പ്രവൃത്തിയാണ്. രാജാവായിരുന്നിട്ടും എന്നെ സഹായിച്ചില്ലേ? ശത്രുവായിരുന്നിട്ടും അവൻ്റെ മുറിവ് വെച്ച് കെട്ടിയില്ലേ? അപ്പോൾ ഇപ്പോൾ വന്നത് നല്ല സമയം, ചെയ്തത് നല്ല പ്രവൃത്തി. ഒഴിച്ചുകൂടാൻ പറ്റാത്ത വ്യക്തികളാണ് ഞങ്ങൾ 2 പേരും. കാരണം ഞാനില്ലായിരുന്നെങ്കിൽ ഇവൻ കൊല്ലുമായിരുന്നു, ഇവിടെ ഇവൻ വന്നില്ലെങ്കിൽ ഇവൻ മരിക്കുമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് ഇന്ന് തിരുസഭ ആചരിക്കുന്ന കാര്യം. ഏറ്റവും നല്ല സമയം, ഏറ്റവും നല്ല പ്രവൃത്തി, ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത വ്യക്തി. കർത്താവായ ഈശോ താൻ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്നതിന് മുൻപ് ഏറ്റവും നല്ല സമയമെടുത്തു. പെസഹ തിരുനാൾ, കടന്നു പോകലിൻ്റെ തിരുനാൾ. പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും നമ്മളെ രക്ഷിച്ച് സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള ഒരു തിരുനാൾ. 2, ഏറ്റവും നല്ല പ്രവൃത്തി ചെയ്തു. പാദക്ഷാളനം നടത്തി. തന്നെ ഒറ്റുകൊടുക്കാൻ പോകുന്നവരുടെയും തള്ളിപ്പറയാൻ പോകുന്നവരുടെയും കാല് കഴുകി. ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു, പൗരോഹിത്യം സ്ഥാപിച്ചു. ഇനി ഒഴിച്ചുകൂടാൻ പറ്റാത്ത വ്യക്തികളാണ് ഓരോ അപ്പോസ്തലന്മാരും. അതെ, പരിശുദ്ധ കുർബാന വലിയ ഓർമ്മയാണ്. ഓർമ്മയെന്ന് പറയുന്നത് അടുത്തിരിക്കലാണ്.
അതുകൊണ്ടാണല്ലോ എല്ലാ വർഷവും നമ്മൾ ഓശാന ഞായറാഴ്ചയും അതുപോലെ പെസഹ തിരുനാളും ഇതെല്ലാം ആചരിക്കുന്നത്. പരിശുദ്ധ കുർബാന വലിയ ഓർമ്മയാണ്. എന്താണ് ഓർമ്മ? ഓർമ്മ എന്ന് വെച്ചാൽ അടുത്തിരിക്കലാണ്. അടുത്തിരിക്കാൻ വേണ്ടി എന്തെല്ലാമാണ് നമ്മൾ സൂക്ഷിക്കുന്നത്? നമ്മൾ ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, ചിത്രങ്ങൾ സൂക്ഷിക്കുന്നു, വസ്തുക്കൾ സൂക്ഷിക്കുന്നു. ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അടുത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നത്. അടുത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് പലതും സൂക്ഷിക്കുന്നത്. താജ്മഹൽ അത് മുംതസിൻ്റെ വലിയൊരു ഓർമ്മയല്ലേ? കഴിഞ്ഞ ദിവസം കണ്ടുമുട്ടിയ ഒരു സഹോദരിയുടെ കയ്യിൽ ഒരു HMT വാച്ചുമുണ്ട്, ഒരു പേഴ്സുമുണ്ട്. ഞാൻ ചോദിച്ചു, ഇതെന്താണ്? അച്ഛൻ ഇന്ന് പ്രസംഗത്തിൽ പറഞ്ഞല്ലോ ഓർമ്മ കാണിക്കാൻ വേണ്ടി വന്നതാണ്. ഇതെൻ്റെ അപ്പച്ചൻ്റെ ഓർമ്മയാണ്. അപ്പൻ എനിക്ക് തന്ന ഒരു സമ്മാനമാണ് HMT വാച്ച്. ഞാനത് എല്ലാ ദിവസവും കീ കൊടുക്കും. അപ്പോൾ അപ്പനെ ഞാൻ ഓർക്കും. വീണ്ടും അവളുടെ കയ്യിലൊരു പേഴ്സുണ്ട്. അത് അമ്മ നൽകിയ പേഴ്സാണ്. അപ്പൻ്റെ അമ്മയുടെയും ഓർമ്മ. ഞങ്ങളുടെ സഭയിലൊരു അച്ഛനുണ്ട്. എവിടെ പോയാലും ഒരു സ്കൈ ബ്ലൂ ഷർട്ട് സൂക്ഷിക്കും. ആ സ്കൈ ബ്ലൂ ഷർട്ട് സൂക്ഷിക്കുന്ന അച്ഛനെ ഞാൻ ജർമ്മനിയിൽ വെച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ കേട്ടിട്ടേ ഉള്ളൂ, കണ്ട് ബോധ്യപ്പെട്ടു. എന്തുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ എവിടെ പോയാലും ഈ സ്കൈ ബ്ലൂ ഷർട്ട് കൊണ്ടുപോകുന്നത്? അച്ഛൻ പറഞ്ഞു, അതെൻ്റെ അപ്പൻ്റെ ഓർമ്മയാണ്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പല ഓർമ്മകളായിട്ട് നമ്മൾ പലതും സൂക്ഷിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, സാബു കൈറ്റർ എന്ന് പറയുന്നൊരു വ്യക്തി, അപ്പൻ മരിച്ചു, സെമിത്തേരിയിൽ അടക്കം ചെയ്യുമ്പോൾ അപ്പൻ്റെ കയ്യിലുള്ള ഒരൊറ്റ കൊന്ത എടുത്തുകൊണ്ട് ഇപ്പോൾ 1,00,000 അടുത്ത് പലതരം കൊന്തകളുണ്ട്. അദ്ദേഹം ഈ റോസറിയുടെ എക്സിബിഷൻ ദർശനം നടത്താറുണ്ട്. എന്നാൽ ഇതൊക്കെ വ്യക്തിപരമായ ഓർമ്മയല്ലേ? താജ്മഹലും ഓണവും ഇതൊക്കെ എന്നാൽ ലോക അവസാനം വരെ ഓർക്കാനുള്ള 11 ഓർമ്മയാണ് പരിശുദ്ധ കുർബാന. 11 ഓർമ്മ നമ്മെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും ഈശോയുടെ സഹനവും മരണവും ഉദ്ധാനവും വഴി സ്വർഗത്തിലേക്ക് കടന്നുപോയതിൻ്റെ ഓർമ്മ, മനുഷ്യരൂപം എടുത്തതിൻ്റെ ഓർമ്മ, വാഴ്ത്തിയതിൻ്റെ ഓർമ്മ, മുറിച്ചതിൻ്റെ ഓർമ്മ, നൽകിയതിൻ്റെ ഓർമ്മ, സേവനത്തിൻ്റെ ഓർമ്മ, ഉടമ്പടിയുടെ ഓർമ്മ, പാപമോചനത്തിൻ്റെ ഓർമ്മ, സ്നേഹത്തിൻ്റെ ഓർമ്മ, വീണ്ടും വരുന്നതിൻ്റെ ഓർമ്മ. അതാണ് പരിശുദ്ധ കുർബാന. ആ ഓർമ്മയാണ് നമ്മൾ ഇന്ന് പ്രത്യേകമായി ആചരിക്കുന്നതും എല്ലാ ദിവസവും ആഘോഷിക്കുന്നതും. ഇനി പരിശുദ്ധ കുർബാന ഇന്നത്തെ ലോകത്തിന് വലിയൊരു വെല്ലുവിളിയാണ്. എന്താണ് പരിശുദ്ധ കുർബാന? ഒപ്പമാകാൻ അപ്പമായതാണ് പരിശുദ്ധ കുർബാന. ഇന്നത്തെ പ്രോബ്ലം അതല്ലേ? ആരും ഒപ്പമാകാൻ, പ്രായമായ അപ്പനോടൊപ്പമാവാൻ, അമ്മയോടൊപ്പമാവാൻ, മക്കളോടൊപ്പമാവാൻ, ഭാര്യയോടൊപ്പമാവുവാൻ ആരും തയ്യാറല്ല. ഇന്നത്തെ ലോകത്തിന് വലിയ വലിയ ചലഞ്ചാണ് പരിശുദ്ധ കുർബാന. വീണ്ടും ഇന്നത്തെ ലോകത്തിന് വലിയൊരു പാഠമാണ്. പരിശുദ്ധ കുർബാന പഠിപ്പിക്കുന്നത് എന്താണ്? ചെറുതാകുക. തൻ്റെ 12 അപ്പോസ്തലന്മാർ വഴിയിൽ വെച്ച് ആരായിരിക്കും സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് തർക്കിക്കുമ്പോൾ കർത്താവ് എന്താ ചെയ്തത്? വീട്ടിൽ വന്നിട്ട് ഒരു കുഞ്ഞിനെ എടുത്ത് വച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ ഈ കുഞ്ഞിനെ പോലെ ആവണം. നമ്മൾ പാടാറില്ലേ, ഇത്ര ചെറുതാവാൻ എത്ര വളരണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം, കുഞ്ഞായി വന്ന് പിറന്നവൻ കുഞ്ഞുങ്ങളാവാൻ പറഞ്ഞവൻ. അപ്പോൾ പരിശുദ്ധ കുർബാന ഓർമ്മപ്പെടുത്തുന്നത് ലോകത്തിലുള്ള അനാദി മുതൽ ഇന്ന് വരെയുള്ള സകല പ്രശ്നത്തിനും കാരണം ചെറുതാവാൻ കഴിയാതെ പോയതാണ്. പറുദീസ് നഷ്ടപ്പെടുവാൻ കാരണം, ആദ്യത്തെ കൊലപാതകത്തിന് ഇന്നത്തെ കൊലപാതകത്തിന് കാരണം, പ്രളയം ഉണ്ടാവാൻ കാരണം, സോദോം ഗൊമോറ നശിക്കാൻ കാരണം, ദാവീദ് പരാജയപ്പെടാൻ കാരണം, സാംസന്റെ പരാജയം, പത്രോസ് തള്ളിപ്പറയാൻ കാരണം, ടൈറ്റാനിക് കപ്പൽ ആഴിയിൽ ആണ്ടുപോകാൻ കാരണം, നമ്മുടെ സഭയിലുള്ള പിളർപ്പിന് കാരണം, രാഷ്ട്രീയത്തിലുള്ള പിളർപ്പിന് കാരണം, വീട്ടിലുള്ള ഡിവോഴ്സിന് കാരണം, തമ്മിൽ തല്ലാൻ കാരണം, എല്ലാ പ്രശ്നത്തിനും കാരണം ചെറുതാവാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് നമ്മൾ ധ്യാനിക്കണം. ആ ചെറിയ ഓസ്തി നമ്മൾ സ്വീകരിക്കുമ്പോൾ ധ്യാനിക്കണം. നമ്മൾക്ക് കുഞ്ഞുങ്ങളുടെ 7 സ്വഭാവം ഉണ്ടാവണം. നിഷ്കളങ്കത ഉണ്ടാവണം, തുറവി ഉണ്ടാവണം, ആശ്രയബോധം ഉണ്ടാവണം, ദ്രോഹങ്ങൾ മറക്കാനുള്ള കഴിവുണ്ടാകണം, മുൻവിധിയില്ലാത്ത പെരുമാറ്റം, വിശ്വാസവും പ്രത്യാശയും ഉണ്ടാകണം, വിട്ടുകൊടുക്കുന്ന സ്വഭാവം ഉണ്ടാവണം. ഇനി പരിശുദ്ധ കുർബാനയെ പ്രായോഗികമായിട്ട് ഞാനിന്ന് പ്രസൻറ്റ് ചെയ്യണം. പരിശുദ്ധ കുർബാന ഈശോയുടെ ജനന മരണ ഉദ്ധാന രഹസ്യമാണ്. എവ്രി ഹോളി മാസ് ഈസ് എ ക്രിസ്മസ്. ഞാൻ ഒരിക്കലും ക്രിസ്തുമസിന് വേണ്ടി കാത്തിരിക്കാറില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കുർബാന ഒരു ഈശോയുടെ ജനനമാണ്, പിറന്നാളാണ്. ഞാൻ നിങ്ങളെ നമ്മുടെ ലത്തീൻ ആരാധനക്രമം ഒന്ന് പരിചയപ്പെടുത്തണേ. വളരെ മനോഹരമാണ്. ഒരു അപ്പൻ്റെ ജന്മദിനമായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. അതായത് നമുക്കിങ്ങനെ സങ്കല്പിക്കാം, നിങ്ങളുടെ നാട്ടിലെ നല്ലൊരു തറവാട്,
അവിടെ അപ്പനും അമ്മയും 5 മക്കളുണ്ടെന്ന് സങ്കല്പിക്കുക. നല്ല തറവാട്, വിശ്വാസം, സ്നേഹം എല്ലാം ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ 5 പേരും വിവാഹിതരായി, 4 പേര് 4 സ്ഥലങ്ങളിലായി അപ്പൻ സ്ഥലവും വീടും ഒക്കെ വെച്ച് അവർ മാറുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പൻ്റെ 70-ാം പിറന്നാൾ വരുന്നത്. അപ്പൻ ഇളയവനോട്, തറവാട് എപ്പോഴും ഇളയവനാണല്ലോ, അവനോട് പറഞ്ഞു, മോനെ അടുത്ത മെയ് 1 അപ്പൻ്റെ 70-ാം പിറന്നാളാണ്. അവനുടനെ പറഞ്ഞു, അപ്പ അത് സപ്തതിയാണ്, നമുക്ക് ആഘോഷിക്കണം, ഒരു സംഭവമാക്കി മാറ്റണം. അപ്പം പറഞ്ഞു, ശരി മോനെ, നിങ്ങളുടെ ഇഷ്ടം പോലെ ആവട്ടെ, ഞാൻ മറ്റുള്ള ചേട്ടന്മാരെ അറിയിക്കട്ടെ? നോ, ഞാൻ തന്നെ അറിയിക്കാം. അങ്ങനെ അപ്പൻ ഫോൺ ചെയ്ത് അറിയിക്കുന്നു. അന്ന് തന്നെ മറ്റ് 4 പേരും ഒരുമിച്ച് കൂടുന്നു. അവർ ആലോചിക്കുകയാണ്. അങ്ങനെ ആലോചിച്ചു, മെയ് 1 വിശുദ്ധ കുർബാന, അഭിവന്യ പിതാവിനെ വിളിക്കണം, നാട്ടിലുള്ള ജാതി മതഭേദമന്യേ എല്ലാവരെയും വിളിക്കണം, ഒരു സംഭവമായിട്ട് മാറണം. അങ്ങനെ അവർ പ്ലാൻ ചെയ്ത് അപ്പനോട് പറഞ്ഞു, അപ്പ ഇതാണ് പരിപാടി, നമുക്ക് മെയ് 1-ാം തീയതി, അത് തൊഴിലാളികളുടെ ദിനമാണ്, അന്ന് ഫ്രീ കൂടിയാണ്, അതുകൊണ്ട് നമുക്ക് 10:30 മണിക്കൊരു കുർബാന, തുടർന്ന് സ്നേഹവിരുന്ന്. അപ്പം പറഞ്ഞു, നിങ്ങളുടെ ഇഷ്ടം പോലെ ആകട്ടെ. എന്നിട്ട് 5 മക്കളും ഈ ആഘോഷത്തിൻ്റെ 5 കാര്യങ്ങൾ പങ്കിട്ടെടുക്കുകയാണ്. ഒരാൾ ഇൻവിറ്റേഷൻ, ഒരാൾ കൊയർ, ഒരാൾ കാറ്ററിംഗ്, ഒരാൾ ഫോട്ടോഗ്രാഫി, ഒരാൾ മറ്റൊരു കാര്യം കൂടി ഏറ്റെടുത്തു. എന്നിട്ട് അപ്പനോട് പറഞ്ഞു, ഇതാണ്. അങ്ങനെ ഇതാ മെയ് 1 അപ്പൻ്റെ പിറന്നാളാകുകയാണ്. അപ്പം മെയ് 1 അപ്പൻ്റെ പിറന്നാളാണെങ്കിൽ മാറി താമസിക്കുന്ന മക്കളെപ്പോൾ വരും? തലേന്ന് വരും. എങ്ങനെ വരും? കയ്യിൽ അപ്പന് കൊടുക്കാനുള്ള സമ്മാനവുമായിട്ട് വരും. എന്നിട്ട് എന്താ ചെയ്യുക? കാറിന് വന്നിട്ട് മുറ്റത്തിറങ്ങി അപ്പൻ്റെ മുറിയിലേക്ക് ഓടിക്കയറും, സ്തുതി പറയും, അപ്പനെ വിഷ് ചെയ്യും. അപ്പോൾ അപ്പൻ ചോദിക്കും, സുഖമാണോ മക്കളെ? അവിടുത്തെ അപ്പന് സുഖമാണോ? കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ പോയ ആളുടെ കാര്യം എന്തായി? നമ്മുടെ ആസ്പത്രി കിടന്ന ഒരാളെന്തായി? അന്ന് ആക്സിഡൻ്റായ കാര്യം എന്തായി? ഇങ്ങനെ അപ്പൻ സകല ഡീറ്റെയിൽസും ചോദിക്കുമ്പോൾ അവരുടെ മനസ്സൊന്ന് പിടച്ചു. കാരണം ഈ 69 വർഷങ്ങൾക്കുള്ളിൽ അപ്പൻ ഇവർക്ക് സ്ഥലമെല്ലാം ഡിവൈഡ് ചെയ്ത് കൊടുത്തു. കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ ഇവർക്ക് സ്വത്തൊക്കെ കിട്ടിയപ്പോൾ ചിലർക്ക് കണ്ണായ സ്ഥലത്ത് NHൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട്, ചിലർക്ക് ഉള്ളിലാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ അപ്പനോട് ചെറിയ നീരസമൊക്കെ ഉണ്ട്. അപ്പോൾ അപ്പൻ്റെ ഈ ഓപ്പൺനെസ് കണ്ടപ്പോൾ അവർ പറഞ്ഞു, അപ്പച്ച ഞങ്ങളുടെ ഭാഗത്തുനിന്ന് കല്യാണം കഴിക്കുന്നതിന് മുൻപ് അതിന് ശേഷം അപ്പച്ചനെ മനസ്സാ വാച കർമ്മമാണ് ഞങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. അപ്പം പറഞ്ഞു, മക്കളെ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല, എനിക്കെല്ലാവരും തുല്യരാണ്, ഞാൻ നിങ്ങളുടെ വരുമാനമൊക്കെ അനുസരിച്ചാണ് ഓരോരുത്തർക്കും അർഹിക്കുന്നത് തന്നത്. പ്രശ്നമില്ലാത്ത കുടുംബം ഏതാണ് മോനെ? എല്ലാ വീട്ടിലും പ്രശ്നമുണ്ട്, അത് കണ്ടില്ല കേട്ടില്ലെന്ന് വയ്ക്കാം. നമുക്ക് ഇത്രയേ ഉള്ളൂ. അതെല്ലാം മറന്ന് നമുക്ക് നല്ല സ്നേഹത്തിൽ, ഐക്യത്തിൽ, സാഹോദര്യത്തിൽ വളരാം. അങ്ങനെ അവർ സന്തോഷമായി പള്ളിയിൽ പോകുന്നു, കുർബാന കഴിയുന്നു, അതിനുശേഷം സ്നേഹവിരുന്ന് എല്ലാം കഴിയുമ്പോൾ അപ്പൻ ഒരുമിച്ച് കൂട്ടണേ. മക്കളെ, പഴയ അപ്പനാണല്ലോ, തൃപ്തിയായി മക്കളെ, തൃപ്തിയായി. എനിക്ക് മറക്കാൻ പറ്റില്ല, മറക്കാൻ പറ്റാത്ത ഒരു ഓർമ്മയാണ്. ഇതുപോലത്തെ ഒരു സംഭവം എനിക്കുണ്ടായിട്ടില്ല. എൻ്റെ കല്യാണമൊക്കെ നടന്നെങ്കിലും ഇതുപോലൊരു സംഭവം, ഇത്രയും ജനം വന്നു, എത്രയും വ്യക്തികൾ ആശംസിച്ചു. അതുകൊണ്ട് എനിക്കൊരാഗ്രഹമുണ്ട്, ഇത് മരണം വരെയും, എൻ്റെ മരണമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു ഓർമ്മയായിട്ട് മാറണം. ഇങ്ങനെ തലമുറയായിട്ട് ഇതൊരു ഓർമ്മയായിട്ട് മാറണം. അതിന്നും ആ തറവാട്ടിൽ ആഘോഷിച്ചു വരികയാണ്. ഇനി നമുക്ക് നേരെ പെസഹ തിരുനാളിലേക്ക് പോകാം. കർത്താവായ ഈശോ 12 ശിഷ്യന്മാരെയും അന്ന് ആ പെസഹ തിരുനാളിൽ ഒരു മേശയ്ക്ക് ചുറ്റും ഒരുമിച്ച് കൂട്ടി. അവിടെ കാല് കഴുകി പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിന് മുൻപ് അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ച് നൽകി, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അങ്ങനെ ഈശോ പറഞ്ഞ ഓർമ്മ ഇന്നും വ്യത്യസ്തമായ റീത്തുകളിലൂടെ തുടരുകയാണ്. ഇനി നമുക്ക് കുർബാനയിലേക്ക് വരാം. അപ്പം അപ്പൻ്റെ ജന്മദിനം അതിന് തറവാട്ടിലേക്കാണ് വരുന്നത്. ഇടവക ഒരു തറവാടാണ്. മാമൂദീസ് എന്ന് പറയുന്ന കൂദാശയാണ് നമുക്ക് കിട്ടുന്ന ഇൻവിറ്റേഷൻ. അപ്പോൾ അമ്മ വീടാണ്, തറവാടാണ് നമ്മുടെ ദേവാലയം, ഇടവക. അപ്പോൾ അപ്പൻ്റെ ജന്മദിനത്തിന് വരുമ്പോൾ എപ്പോൾ വരണം? നേരത്തെ വരണം. അതിനു വേണ്ടിയുള്ള ഓർമ്മപ്പെടുത്തലാണ് 1-ാം മണി, 2-ാം മണി, 3-ാം മണി. അകന്ന ഒരുക്കം, അടുത്ത ഒരുക്കം, ഏറ്റവും അടുത്ത ഒരുക്കം. അങ്ങനെ പള്ളിയിലേക്ക് നമ്മൾ വരുമ്പോൾ മുറ്റത്ത് നിൽക്കുകയാണോ ചെയ്യുന്നത്? ഔട്ട്സ്റ്റാൻഡിങ് ക്രിസ്ത്യൻസ് ആവരുത്. അപ്പൻ്റെ മക്കളാണെങ്കിൽ അപ്പൻ്റെ മുറിയിലേക്ക് പ്രവേശിക്കണം. അപ്പൻ്റെ മുറി ഏതാണ്? സക്രാരി. അവിടെ വന്നിട്ട് വർത്തമാനം പറയല്ല, അവിടെ ഇരുന്ന് അപ്പനുമായി കുശലം പറയണം. വീട്ടിൽ അങ്ങനെയല്ലേ, അപ്പച്ചനുമായിട്ട് സംസാരിക്കില്ല. അതുപോലെ ഈശോയുമായിട്ടൊരു സ്നേഹ സംഭാഷണം നടത്തണം. എല്ലാവരും വരുമ്പോഴല്ലേ ആഘോഷം. അങ്ങനെ എല്ലാവരും വന്നു കഴിയുമ്പോൾ നമ്മൾ അപ്പന് കൊടുക്കുന്ന സ്തുതിയാണ് പ്രവേശന ഗാനം.
ഈ പ്രവേശന ഗാനം കഴിയുമ്പോൾ അപ്പൻ ചോദിക്കും, മക്കളെ സുഖമാണോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ മക്കൾ പറയും, അത്ര നല്ല സുഖമല്ലപ്പാ, സർവശക്തനായ ദൈവത്തോടും സഹോദരൻ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും വളരെയേറെ പാപം ചെയ്തു പോയി അപ്പാ, എൻ്റെ വിഴ, എൻ്റെ വിഴ, എൻ്റെ വലിയ വിഴ. ഉടനെ അപ്പം പറയും, മക്കളെ ഇതിന് പരിഹാരം എന്താണ്? അതാണ് വായന. പഴയ നിയമം, സങ്കീർത്തനം, പുതിയ നിയമം. ഈ വായനകളിലൂടെ എന്താണ് നമുക്ക് തരുന്ന സന്ദേശം? ഒന്നേ ഉള്ളൂ. യോഹന്നാൻ 15:12, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. ലൂക്ക 6:31, മറ്റുള്ളവർ നിങ്ങളോട് എപ്രകാരം പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അപ്രകാരം പെരുമാറുവിൻ. ഫിലിപ്പിയർ 2:3, മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് അംഗീകരിക്കുവിൻ. ഇതാണ് പരിഹാരം. അപ്പോൾ ഓരോ ദിവസവുമുള്ള വായനകൾ അന്നന്ന് വേണ്ട കാര്യങ്ങളാണ്, നമുക്ക് വേണ്ട ജീവിതത്തിന് വേണ്ട സൊല്യൂഷനാണ് തരുന്നത്. ഇനി കാഴ്ചവയ്പ്. നമ്മൾ അപ്പൻ്റെ പിറന്നാളിന് വെറും കൈയോടെ വരുമോ? ഒരിക്കലും ഇല്ലല്ലോ. അപ്പന് കാഴ്ച കൊണ്ടുവരും, അപ്പന് ഇഷ്ടപ്പെട്ട പലഹാരം, അപ്പന് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് കൊണ്ടുവരും. ഇതുപോലെ നമ്മൾ വിശുദ്ധ കുർബാനയിൽ അപ്പന് കൊടുക്കുന്ന പ്രസൻറ്റേഷൻ എന്താണ്? കാഴ്ചവയ്പ്. മെയിനായിട്ട് അപ്പന് ഇഷ്ടപ്പെടുന്ന എന്താണ്? ഓസ്തിയും വീഞ്ഞും. ഈ ഓസ്തിയും വീഞ്ഞും നമ്മുടെ ഇടവകയുടെ സമൂഹത്തിൻ്റെ ഐക്യത്തിൻ്റെ, കൂട്ടായ്മയുടെ, സാഹോദര്യത്തിൻ്റെ, സമഭാവനയുടെ ആകത്തുകയാണ്. എങ്ങനെയും ഓസ്തി ഉണ്ടായി. വടക്കേ ഇന്ത്യയിൽ വാരി വിതറിയ ഗോതമ്പ് മണി പൊട്ടി, അത് വളർന്നു, കതിര് വീശി, അത് കൊയ്തെടുത്ത് എവിടെയോ കൊണ്ടുവന്ന് കോൺവെൻറ്റിൽ കൊണ്ടുവന്ന് എത്രയോ വ്യക്തികളുടെ അധ്വാനം കൊണ്ടാണ് ഈ ഓസ്തി ഉണ്ടായത്. വീഞ്ഞും അതുപോലെ. ഇനി കാഴ്ചവയ്പ്. നമ്മൾ ഞായറാഴ്ചകളിലും ആഘോഷങ്ങളിലും സ്നേഹക്കാഴ്ച എടുക്കും. അത് ഒരാഴ്ച ഈശോ തന്ന സ്നേഹാംശം, ജീവാംശം, സമയാംശമാണ്. അത് നമ്മുടെ സമയാംശം, ജീവാംശം, സ്നേഹാംശമാണ്. അത് എന്തിനു വേണ്ടിയാണ്? എൻ്റെ അമ്മ വീട്ടിൽ ഇലക്ട്രിസിറ്റി, മെയിൻ്റനൻസ്, ഇതെല്ലാത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ കാഴ്ചവെക്കുന്നത്. അത് ഓരോ ആഴ്ചയും അതെടുത്ത് എണ്ണി നമ്മൾ പറയാറുണ്ട്. ഇനി പരിശുദ്ധൻ. എന്താണ് പരിശുദ്ധൻ? അപ്പൻ എൻ്റെ ജന്മദിനത്തിൽ കേക്ക് മുറിച്ചപ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് പാടിയില്ലേ? അതുപോലെയുള്ളൊരു വലിയൊരു ആശംസയാണ് എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അവിരാമം ഞങ്ങൾ ആലപിക്കുന്നു. ആ പരിശുദ്ധൻ വലിയൊരു ഗ്രീറ്റിംഗ്സാണ്. അതിനുശേഷം ഇതാ അപ്പം എടുത്ത് വാഴ്ത്തി മുറിച്ച് എല്ലാവർക്കും തരികയാണ്. കുർബാനയ്ക്ക് എല്ലാവർക്കും ഓസ്തി തരുന്നില്ല, ഒരേ അപ്പമല്ലേ തരുന്നത്, ഒരേ അപ്പമല്ല. അപ്പം നിങ്ങൾ ചോദിക്കും, നെൽസൺ ജോബച്ച ഞങ്ങൾക്ക് വീഞ്ഞു തരുന്നില്ലല്ലോ. കാരണം പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി ഉണ്ട്. അതിനേക്കാളേറെ ദൈവശാസ്ത്രപരമായി ചിന്തിക്കുമ്പോൾ ഈ ശരീരത്തിൽ എന്തുണ്ട്? രക്തമുണ്ട്. അപ്പോൾ ഓസ്തിയിൽ, ഈശോയുടെ ശരീരമാകുന്ന ഓസ്തിയിൽ എന്തുണ്ട്? രക്തമുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട സന്ദർഭങ്ങൾ, പ്രഥമ ദിവ്യകാരുണ്യം, ഒപ്രീശുമ, ഓർഡിനേഷൻ, അല്ലെങ്കിൽ മാരേജ്, അപ്പോൾ രണ്ടും നമ്മൾ കൊടുക്കാറുണ്ട്. ഇനി അവസാനം എന്താണ്? കർത്താവ് ആശീർവദിച്ചിട്ട് നമ്മൾ പറഞ്ഞു വിടുന്നത്. അതായത് അപ്പൻ മേശയ്ക്ക് ചുറ്റും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഇത് തുടരണം. അതാണ് ദിവ്യപൂജയുടെ അവസാനം. പോകുവിൻ. അതായത് നിങ്ങൾ പോയി ഈ ദിവ്യകാരുണ്യം ജീവകാരുണ്യമായിട്ട് മാറണം. അമ്മമാർ അപ്പം സ്വീകരിച്ച് അടുക്കളയിലേക്ക് പോകുമ്പോൾ അത് ബലിജീവിതം തുടരുകയാണ്. അപ്പച്ചന്മാർ കുർബാന സ്വീകരിച്ച് ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയുള്ള ബലി തുടരുകയാണ്. കൊച്ചുമക്കൾ സ്കൂളിൽ പോയി നന്നായിട്ട് പഠിച്ച് അനുസരണയുള്ള മക്കളായിട്ട് ജീവിക്കുമ്പോൾ ബലിജീവിതം തുടരുകയാണ്. ഇനി പ്രാക്ടിക്കലായിട്ട് പറയാം, എന്താണ് മാസ് സ്റ്റൈപ്പൻഡ്? കുറേ യുവാക്കൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ചോ പുതിയ വികാരിച്ചൻ ആൾ ഭയങ്കരനാണ്. ഞാൻ ചോദിച്ചു എന്താണ്? അതെ, ഒരു കുർബാനയിൽ 10 പേരുടെ പേര് പറഞ്ഞ് പൈസ എടുക്കണേണ്. അറിവില്ലായ്മയാണ്. ആദ്യമേ തന്നെ എന്താണ് മാസ് സ്റ്റൈപ്പൻഡ്? കാനൻ നിയമം അനുസരിച്ച് മാസ് സ്റ്റൈപ്പൻഡ് ഈസ് എ ലവ് ഓഫറിങ് ഗിവൺ ടു ദ പ്രീസ്റ്റ് ഫോർ ഹിസ് സസ്റ്റൈനൻസ് ആൻഡ് ചാരിറ്റി. കുർബാന പണം എന്ന് പറയുന്നത് അച്ഛന് ബലിയർപ്പിക്കുവാനുള്ള ഫീസല്ല, കൂലിയല്ല. അത് അച്ഛൻ്റെ അനുദിന ആവശ്യത്തിനും ഉപരിപ്രവർത്തനത്തിനും വേണ്ടിയുള്ള ഒരു ധർമ്മമാണ്. നമ്മൾ ഓരോ രൂപതയിലും അതിൻ്റെ നിയമമുണ്ട്. ഇപ്പോൾ കുർബാനയ്ക്ക് 200 രൂപയാണെങ്കിൽ അവിടെ പള്ളിക്ക്, പാട്ടുകാരന്, ഓൾട്ടർ ബോയ്സിന് ഇതെല്ലാം ഡിവൈഡ് ചെയ്തു പോകും. അച്ഛന് ലഭിക്കുന്നത് ഒരു പക്ഷേ 100 രൂപ അല്ലെങ്കിൽ 90 രൂപയായിരിക്കാം. മാത്രമല്ല അച്ഛന് 10 കുർബാന വിളിച്ചു പറഞ്ഞു. കാരണം അന്ന് ജന്മദിനം, ആണ്ട്, പല കാര്യങ്ങളും വന്നു. ഒരേ ദിവസമായതുകൊണ്ടാണ് അച്ഛൻ വിളിച്ചു പറഞ്ഞത്. ഒരു സ്റ്റൈപ്പൻഡ് എടുക്കുകയുള്ളൂ. പിന്നീട് കുർബാന ഇല്ലാത്തപ്പോൾ അത് അർപ്പിക്കും. മാത്രമല്ല എല്ലാ വൈദികരും വാർഷിക ധ്യാനത്തിന് പോകുമ്പോൾ മാസ് അക്കൗണ്ട് കൊടുക്കണം.
ഇത് അൽമായർക്ക് ആർക്കും അറിയില്ല, അച്ഛന്മാരൊട്ട് പറയാറുമില്ല. ഇനി വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ നമ്മൾ ആ കുർബാന എല്ലാവരും സ്വീകരിക്കണം. ഇപ്പോൾ വീട്ടിലെ 5 മക്കൾ അപ്പൻ്റെ ജന്മദിനത്തിന് വന്നിട്ട് മൂത്തവനും ഭാര്യ ഉണ്ണാതെ പോയാൽ അപ്പന് സങ്കടം ഉണ്ടായില്ലേ? ഇത് തന്നെയാണ് അമ്മ വീട്ടിൽ കുർബാനയ്ക്ക് വന്നിട്ട് നമ്മൾ കുർബാന സ്വീകരിക്കാതിരുന്നാൽ നമ്മുടെ ഈശോയ്ക്ക് വലിയ സങ്കടമുണ്ട്. ഇനി കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ ആദ്യാന്ത്യം പങ്കെടുക്കണം. പുറത്ത് നിൽക്കരുത്. പള്ളിയിൽ സ്ഥലമില്ലെങ്കിൽ പുറത്ത് നിൽക്കാം. സത്യം പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പുറത്ത് നിൽക്കുന്ന ഒരൊറ്റ എണ്ണവും കുർബാനയിൽ പൂർണ്ണമായിട്ട് പങ്കെടുക്കില്ല. വായി നോക്കി നിൽക്കും, ആരാ വരുന്നത്, എന്താ പോകുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ഒരു 95% പുറത്ത് നിൽക്കുന്ന ഔട്ട്സ്റ്റാൻഡിങ് ക്രിസ്ത്യൻസ് ചെയ്യുന്നത്. മാവിൻ്റെ അവിടെ നിൽക്കും, വർത്തമാനം പറഞ്ഞ് നിൽക്കും, മൊബൈൽ നോക്കും, കല്ല് പെറുക്കും, ഇതൊക്കെ പുല്ല് പറിക്കും, ഇതൊക്കെയാണ് ചെയ്യുന്നത്. വലിയ തെറ്റാണ്. നിങ്ങൾ ഒന്ന് ചിന്തിച്ച്, ഏതെങ്കിലും മുസ്ലിംസ് വെള്ളിയാഴ്ച നിസ്കരിക്കാൻ പോകുമ്പോൾ പുറത്ത് നിന്ന് വർത്തമാനം പറയുക, മൊബൈൽ നോക്കണ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും നമ്മുടെ ഹിന്ദുക്കൾ അവർ അമ്പലത്തിൽ പോയിട്ട് മൊബൈൽ നോക്കണ കണ്ടിട്ടുണ്ടോ? വർത്തമാനം പറഞ്ഞ് നിൽക്കണ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അവർ കുളിച്ച് ഈർണണിഞ്ഞാണ് അമ്പലത്തിൽ വരുന്നത്. നമ്മൾ കുളിക്കണില്ല, അതുകൊണ്ടാണ് കുന്തിരിക്കാൻ പോക്കണത്. ഞാൻ വേറെ തമാശ പറഞ്ഞ കേട്ടാ, കാര്യമായിട്ട് എടുക്കണ്ട. അപ്പം ഓർക്കുക, കുളിച്ചു പറഞ്ഞ എത്ര പേര് കുളിച്ച് ദേവാലയത്തിൽ വരുന്നുണ്ട്. ഇനി അവിടെയും തരുന്നില്ല, മൊബൈൽ ഫോൺ. കുർബാന സമയത്ത് ഈ മൊബൈൽ ഫോൺ എടുത്തിട്ട് ഓടനെ. കഴിഞ്ഞ ദിവസം ഒരു പ്രായമുള്ള അപ്പച്ചൻ ഐഫോണാണ് കയ്യിലിരിക്കണത്, അദ്ദേഹത്തിന് അറിയില്ല. പാട്ട് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കണേ, കത്തിക്കൊണ്ടിരിക്കണേ, ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഡയൽ ടോൺ കാണുമ്പോൾ പറയാമോ ഹൃദയത്തിലൊരു അനുരാഗമെന്ന്. എല്ലാവരുടെ ശ്രദ്ധ പോയി. എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരിക്കലും മൊബൈൽ ഫോൺ നമ്മൾ പള്ളിയിൽ കൊണ്ടുവരരുത്. കൊണ്ടുവന്നാൽ സൈലൻ്റായിട്ടിടുക, അത് വയലൻ്റായിട്ടിടരുത്. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി എത്ര പ്രാവശ്യം കുർബാന സ്വീകരിക്കാം? ഒറ്റ പ്രാവശ്യമാണ്. അതാണ് സഭോപടി. പക്ഷേ 2 പ്രാവശ്യം സ്വീകരിക്കുക. എപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരാളുടെ മരണ ആവശ്യം വന്നു, അല്ലെങ്കിൽ ഒരു സിസ്റ്ററിൻ്റെ പ്രൊഫഷൻ വന്നു, ഓർഡിനേഷൻ വന്നു, ഇങ്ങനെയുള്ള പ്രത്യേക ഒക്കേഷനിൽ മാരകപാപം ഇല്ലെങ്കിൽ നമുക്ക് സ്വീകരിക്കാം. ഇനി ഇടക്ക് കയറി വന്നിട്ട് കുർബാന സ്വീകരിക്കരുത്. മദ്യപിച്ചുകൊണ്ടും പുകവലിച്ചുകൊണ്ടും കുർബാന സ്വീകരിക്കരുത്. ഇൻ്റർകാസ്റ്റ് മാരേജ് നടത്തിയിട്ട് കുമ്പസാരവും കുർബാനയും പാടില്ല. ഇതും അറിഞ്ഞിരിക്കണം. അപ്പോൾ ആദ്യാന്ത്യം പങ്കെടുത്തുകൊണ്ട് വേണം കുർബാന സ്വീകരിക്കാൻ എന്ന കാര്യവും മറന്നു പോകരുത്. ഇനിയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ നന്നായിട്ട് ഒരുങ്ങി പാർട്ടിസിപ്പേഷൻ ആവശ്യമാണ്. പലപ്പോഴും കാണികളായിട്ടാണ് വരുന്നത്. കുർബാന കാണാൻ പോകുന്നതെന്നാണ് പറഞ്ഞത്. കുർബാന കാണാൻ പോകുന്നത്, ആ സിനിമയാണ് കാണാൻ പോകുന്നത്, സർക്കസാണ് കാണാൻ പോകുന്നത്. കുർബാന കാണാൻ പോകലല്ല, ബലി അർപ്പിക്കാനാണ് പോകുന്നത്. ആ ഒരു ബോധ്യം ഉണ്ടാകണം. ഇനി ഓൾട്ടർ ബോയ്സ് എന്ന് പറയുന്നത് മാലാഖ വൃന്ദത്തിൻ്റെ പ്രതീകമാണ്. അവരവിടെ കിടന്ന് കളിക്കാനും ചിരിക്കാനും പാടില്ല. കൊയർ എന്ന് പറയുന്നത് മാലാഖ വൃന്ദമാണ്. നിർഭാഗ്യം എന്ന് പറയട്ടെ, ആദ്യം പറയട്ടെ, ഒരുപാട് പള്ളികൾ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഗായക സംഘം നന്നായിട്ട് ഒരുങ്ങി അവർ കുർബാന സ്വീകരിച്ചിട്ടാണ് പാട്ട് പാടുന്നത്. പക്ഷേ നമ്മുടെയൊക്കെ ഇടവകകളിൽ ഒരു 80% കുർബാന സ്വീകരിക്കാത്ത കൊയർ മെമ്പേഴ്സുണ്ട്. അവിടെ ഇരുന്ന് മൊബൈൽ നോക്കുന്നവരുണ്ട്. ഞാൻ ഈ നൊവേന കേന്ദ്രത്തിൽ പോകുന്ന വ്യക്തികളാണ്. പ്രസംഗം വരുമ്പോൾ എന്ത് ചെയ്യും? നേരെ പുറത്തേക്ക് പോകും. പുറത്തേക്ക് പോയിട്ട് മൊബൈൽ നോക്കി വർത്താനം. അവരൊരിക്കലും, സത്യം പറഞ്ഞാൽ കുർബാനയിൽ പങ്കെടുക്കാത്ത വർഗം എന്ന് പറയുന്നത് ഈ കാണുന്ന കൊയർ പീപ്പിളും അതുപോലെ കപ്പ്യാർ, ഇവരൊന്നും കുർബാനയിൽ പങ്കെടുക്കില്ല. വേറെ കാര്യങ്ങൾ, മാർത്ത നീ വലിയ പല കാര്യങ്ങൾ അത് തന്നെയാണ്, സത്യമാണിത്. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തിരുത്താനായിട്ട് പരിശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കേട്ട കാര്യങ്ങൾ ഒന്ന് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഈ കാണുന്ന ചിന്ത, പ്രത്യേകിച്ച് കുർബാന സ്ഥാപിച്ച ഈ ദിവസം, നമുക്ക് പൗരോഹിത്യം സ്ഥാപിച്ച ഈ ദിവസം, നമുക്ക് നമ്മളെ മാമോദിസ മുക്കിയ വിവാഹം അച്ഛന്മാരൊന്ന് വിളിച്ചൊന്ന് വിഷ് ചെയ്യണം. ഹാപ്പി ഫീസ്റ്റ് ഫാദർ എന്ന് പറയുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ കുമ്പസാരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എത്രയും വേഗം നല്ല കുമ്പസാരം നടത്തണം. കുമ്പസാരത്തെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്. പലർക്കും കുമ്പസാരിക്കാൻ അറിയാൻ പാടില്ല. ഓടി വന്ന് അപ്പം പറഞ്ഞനുസരിച്ചില്ല, അമ്മ പറഞ്ഞനുസരിച്ചില്ല, അമ്മയെ ചവിട്ടി തുപ്പി, അമ്മേണ്ട മരിച്ചുപോയി. പണ്ടെങ്ങാനും പഠിച്ച കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. വൈദ്യനോടും വൈദികനോടും സത്യമേ പറയാറ്, കുമ്പസാരിക്കാൻ പോകുന്നതിന് മുൻപ് നമ്മൾ ഒരുങ്ങണം, ആത്മശോധന ചെയ്യണം. ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ വാരി വലിച്ചു പറയുമോ? ഇല്ലല്ലോ. നമ്മൾ ഒരുങ്ങുന്നു. എന്താ പറയേണ്ടത്? ഡോക്ടറിനെ സമീപിച്ച് പറയും, ഡോക്ടറെ ഛർദിയും പനിയുമാണ്, തുടങ്ങിയിട്ട് ഇത്ര നാളായി എന്ന് പറയും. ഇന്ന മരുന്ന് കഴിച്ചു ഡോക്ടറെ എന്ന് പറയും. 3 കാര്യങ്ങളാണ്. ഡോക്ടറെ ഛർദിയും പനിയുമാണ്, തുടങ്ങിയിട്ട് 1 മാസമായി, ഇന്ന മരുന്ന് കഴിച്ചു. അപ്പോഴാണ് ഡോക്ടർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഇത് തന്നെയാണ് നല്ല കുമ്പസാരം.
കുമ്പസാരത്തിന് മുമ്പ് 10 പ്രമാണം എടുക്കണം. തിരുസഭയുടെ കൽപ്പനയും നീ ആയിരിക്കുന്ന അന്തസ്സ് ആത്മശോധന ചെയ്തിട്ട് നമ്മൾ കൃത്യമായിട്ട് ഒന്ന് മനസ്സിൽ ധരിക്കണം. എന്നിട്ട് കുമ്പസാരത്തിൻ്റെ ജപം ചൊല്ലി കുമ്പസാരനെ കൂടെ സമീപിച്ച് പിതാവേ ഞാൻ പാപിയാകുന്നു, എൻ്റെ തെറ്റുകൾ ക്ഷമിക്കണമെന്ന് പറയണം. ഇതാരും പറയാറില്ല. കുമ്പസാരിച്ചിട്ട് എത്ര നാളായി, എത്ര വർഷമായാലും പ്രശ്നമില്ല, അത് നമ്മൾ പറയണം. മൂന്നാമതായി കഴിഞ്ഞ കുമ്പസാരത്തിലെ പ്രായശ്ചിത്തം നിറവേറ്റിയോ ഇല്ലെന്ന് പറയണം. കാരണം ഡോക്ടർ 12 ആൻറ്റിബയോട്ടിക് തന്നാൽ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം കഴിക്കാൻ തന്നിട്ട് മുടങ്ങിയാൽ അതിന് ഫലമില്ല, റീസ്റ്റാർട്ട് ചെയ്യണം. അപ്പം പാപപരിഹാരം തന്നേക്കുന്നത് നമ്മൾ നിറവേറ്റിയാലേ നമുക്ക് കൃപയുണ്ടാവുകയുള്ളൂ. ഇനി മാരക പാപങ്ങൾ ആദ്യം പറയണം, പിന്നെ ചെറുപാപങ്ങൾ. അത് കഴിഞ്ഞിട്ട് ആരും പറയുന്നില്ല ഈ പാപങ്ങളും നീ ഏതെങ്കിലും പാപങ്ങൾ മനസ്സാ വാചാ കർമ്മണ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിനും ഉപദേശവും പ്രായശ്ചിത്തവും അനുഗ്രഹവും യാചിക്കുന്നു എന്ന് പറയണം. എന്നിട്ട് അച്ഛൻ പറഞ്ഞ കേൾക്കണം. ചില വില്ലന്മാരുണ്ട് ആ സമയത്ത് ഇങ്ങനെ കാണിക്കണം, ചേഷ്ട കാണിക്കുന്നുണ്ട്. സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ. ഇത് പാടില്ല. ഇത് ആരാ പഠിപ്പിച്ചത്? ചേഷ്ടകൾ. അത് കേൾക്കണം. ഇത് പിശാചിൻ്റെ തട്ടിപ്പാണത്. അത് കഴിഞ്ഞിട്ട് അച്ഛൻ തരുന്ന പ്രായശ്ചിത്തം ഉപദേശം കേട്ടിട്ട് ഉടനെ മനസ്താപ പ്രകരണം ചൊല്ലണം, പ്രായശ്ചിത്തം നിറവേറ്റണം. ഞാനിത് അവിചാരിതമായിട്ട് പറഞ്ഞതല്ല. കാരണം വിശുദ്ധ കുർബാനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കുമ്പസാരത്തെക്കുറിച്ച് ചിന്തിക്കണം. പിന്നെ ചില ആൾക്കാർ വേളാങ്കണ്ണി പോയിട്ട് തമിഴ്നാട് അച്ഛനോട് മലയാളത്തിൽ പറഞ്ഞു കള്ള കുമ്പസാരമാണ്. ഗോവയിൽ പോയിട്ട് ഗോവക്കാരനോട് മലയാളത്തിൽ കുമ്പസാരിക്കും, കള്ള കുമ്പസാരമാണ്. അതുകൊണ്ട് ഈ കുർബാനയുടെ തിരുനാളിൽ ഈ കുമ്പസാരത്തെക്കുറിച്ച് കൂടി മനസ്സിലുണ്ടാകണം. നല്ല കുമ്പസാരം നടത്തിയാൽ CCC കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, കത്തോലിക്ക സഭയുടെ മതബോധനം അനുസരിച്ച് 15 കൗദാശ ഫലം കിട്ടും. ഗൂഗിളിൽ സെർച്ച് ചെയ്തോ, നമ്മൾ കുർബാന സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ 77 കൃപകളും വരങ്ങളും ലഭിക്കും. 77 ഫ്രൂട്ട്സ് ആൻഡ് ഗ്രേസസ് ഓഫ് ദി ഹോളി മാസ് എന്ന് അടിച്ചു കൊടുത്താൽ നെൽസൺ ജോബച്ചൻ പറഞ്ഞ 77 കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഒന്ന് നമുക്ക് ക്രോഡീകരിക്കാം. ഞാൻ ഈ സുന്ദരമായ അനുഗ്രഹദായകമായ ദിവസത്തിൽ കർത്താവായ യേശുവിൻ്റെ ഏറ്റവും നല്ല സമയം, ഏറ്റവും നല്ല പ്രവൃത്തി, ഒഴിച്ചുകൂടാൻ പറ്റാത്ത വ്യക്തികൾ, അതായത് പാദക്ഷാളനം, പൗരോഹിത്യം, കുർബാന സ്ഥാപിച്ചതിൻ്റെ ഈ നല്ല ദിവസത്തിൽ നമ്മൾ കേട്ടത് എന്താണ് കുർബാന, ആ കുർബാനയിലൂടെ കിട്ടുന്ന കൃപകൾ പ്രാക്ടിക്കലായിട്ട് പറഞ്ഞത് നമ്മുടെ ഇടവകയിൽ നല്ലൊരു കുടുംബത്തിലെ അപ്പൻ്റെ സപ്തതി ആഘോഷവുമായി ബന്ധപ്പെടുത്തി ലത്തീൻ ആരാധനാക്രമത്തിൻ്റെ കുർബാനയുടെ ഓരോ ഭാഗങ്ങളും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനാൽ നമുക്ക് നല്ലൊരു തീരുമാനത്തോടെ നമുക്ക് ഇനിയുള്ള കുർബാനകളൊക്കെ, ഇനിയുള്ള കുമ്പസാരങ്ങളൊക്കെ യോഗ്യതയോട് കൂടി സ്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ കൃപയിൽ വളരുവാനുള്ള നല്ല ചൈതന്യം നമുക്കുണ്ടാവട്ടെ. ദിവ്യകാരുണ്യനാഥനായ ഈശോ നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ദിവ്യകാരുണ്യത്തിൻ്റെയും പൗരോഹിത്യത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും തിരുനാളിൻ്റെ ആശംസകൾ നേരുന്നു. എല്ലാവർക്കും നന്ദി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.